പകർച്ചവ്യാധി വ്യാപനത്തിനിടെ സംസ്ഥാനത്തെ ഹോട്ടലുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പരിശോധനയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 2 ദിവസത്തെ രഹസ്യ ഡ്രൈവിൽ 107 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. പകർച്ചപ്പനിയിൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് 24നോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് കോളറ വ്യാപനമുണ്ടായത് കെയർ ഹോമിലെ വെള്ളത്തിൽ നിന്നെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. സംസ്ഥാനത്ത് ഈ മാസം ഇതുവരെ കോളറ സ്ഥിരീകരിച്ചത് 13 പേർക്ക്. 12 പേരും തിരുവനന്തപുരത്താണ്. നെയ്യാറ്റിൻകരയിൽ കോളറ വ്യാപനമുണ്ടായ കെയർ ഹോമിൽ വെള്ളത്തിൽ നിന്നാണ് വ്യാപനമുണ്ടായതെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കോളറയുമായി ബന്ധപ്പെട്ട് അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെ എന്നാണ് അവിടെ അത് ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് അതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ കൂടി ആരോഗ്യവകുപ്പ് നടത്തുകയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും രഹസ്യ പരിശോധന തുടരുകയാണ്. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാർക്ക് മന്ത്രിയുടെ അന്ത്യശാസന. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് കാർഡില്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അവരെ വീണ്ടും പുതുതായിട്ട് ജോലിക്ക് എടുക്കുന്നു, അവർക്ക് കാർഡില്ല. അപ്പോൾ ഇതൊരു സമയം കൂടി കൊടുക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഒരു അടുത്ത 4-5 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് ഇല്ലാതെ ഒരാളും ഒരു ഹോട്ടലിലും ഒരു റെസ്റ്റോറൻറ്റിലും ഒരു ഭക്ഷണശാലയിലും പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു 4-5 ആഴ്ച എന്ന് വെച്ചാൽ വലിയൊരു പീരീഡാണ്. എന്നിരുന്നാൽ പോലും അത് നൽകുകയാണ്. അതിനുള്ളിൽ ഇത് ചെയ്യണം. ഡെങ്കി, എലിപ്പനി കേസുകളിൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും അഡ്മിറ്റ് ആകുന്നത് ചെറിയ ശതമാനം ആളുകളെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പകർച്ചപ്പനി പടരുന്ന പശ്ചാത്തലത്തിൽ സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. MG പ്രതീഷ്, 24 തിരുവനന്തപുരം.